ജില്ലകളും കടന്ന് പ്രബുദ്ധ കേരളത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയോടെ രാപകൽ സമരയാത്ര ജൂൺ 17 തിരുവനന്തപുരത്തെത്തുമ്പോൾ ആശാസമരം കൊളുത്തിവിടുന്ന സമരാഗ്നി കേരളത്തിൽ പുതിയൊരു സാമൂഹ്യ മുന്നേറ്റത്തിന് വഴിതെളിക്കും. ആശമാരുടെ സമരയാത്രയെ പിന്തുണയ്ക്കുക, സമരയാത്രയിൽ അണിനിരക്കുക, സമരയാത്രയിൽ കണ്ണിച്ചേരുവാനും വിജയിപ്പിക്കുവാനും ഏവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മലയാള മണ്ണിൽ സെക്രട്ടറി M.A. ബിന്ദു നയിക്കുന്ന ആശമാരുടെ രാപകൽ സമരയാത്ര ഇതാ ഭാവിയിൽ ഏതെങ്കിലും ചരിത്രകാരന്മാർ എഴുതുകയാണെങ്കിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒന്നാണ് ആശാ വർക്കേഴ്സ് സപ്പോസിൽ നടത്തിയ സമരമെന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിച്ചു. ആ സമരത്തിന്റെ ഭാഗമാണ് ആ സമരത്തിന്റെ നായിക ശ്രീമതി ബിന്ദു നയിക്കുന്ന ജാഥയാണ് ഇന്ന് താമരശ്ശേരിയിലെത്തിയിരിക്കുന്നത്. താമരശ്ശേരിയിൽ കോഴിക്കോട്ടെ ആദ്യ സ്വീകരണം. കോഴിക്കോടിന്റെ മണ്ണും പോരാട്ടത്തിന്റെ മണ്ണാണ്, പോരാട്ടത്തിന്റെ ചരിത്രം പറയുന്ന മണ്ണാണ്. ശ്രീമതി ബിന്ദു നയിക്കുന്ന ഈ ഐതിഹാസിക ജാഥയെ കോഴിക്കോട്ടെ ജനാധിപത്യ മതേതര സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ നെഞ്ചിലേറ്റി മനസ്സിലെത്തി സ്വീകരിക്കുന്ന ഈ ജാഥ. പ്രിയപ്പെട്ട ശ്രീ M.V. ബാലേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിക്കുന്നത് ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, ഈ സമരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചില സ്തുതിപാഠകരൊഴികെ, ചില അഴിമതിക്കാരൊഴികെ, ചില കൊള്ളക്കാരൊഴികെ കേരളം മുഴുവൻ നിങ്ങളോടൊപ്പം ഈ സമരത്തിലുണ്ട്. അവരുടെ ജീവിത പ്രശ്നമാണ്, അവർ കൂടെ നിൽക്കാൻ സാധിക്കില്ല. സ്തുതിപാഠകരുടെയും അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയും ജീവിത പ്രശ്നമാണ്, അവർക്ക് ഇത് അനുകൂലിക്കാൻ സാധിക്കില്ല. ഇവിടെ സ്വാഗത പ്രസിഡന്റ് പറയുന്നുണ്ടായി, ഇന്ന് 7,000 രൂപയാണ് ആശാ വർക്കർമാരുടെ ഓർഡർ. 1 കിലോ അരിക്ക് 55 രൂപ. ഒരു ദിവസത്തെ ഒരാളുടെ ചെലവ് കഴിഞ്ഞു പോകണമെങ്കിൽ, പട്ടിണിയില്ലാതെ കഴിയണമെങ്കിൽ ഏതാണ്ട് 10,000 രൂപ ഒരാൾക്ക് വേണം. ഒരു കുടുംബത്തിലാണെങ്കിൽ മിനിമം ഒരു 400 രൂപ വേണം. നിത്യോപക സാധനങ്ങളുടെ വില ഇങ്ങനെ കുതിച്ചുകയില്ല, വരുമാനങ്ങൾ കുറയുകയില്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷുടെ ഭാഷയിൽ പറഞ്ഞാൽ നിത്യോപക സാധന വിലവർദ്ധന ഒരു ആഗോള പ്രതിഭാസമെന്ന് അദ്ദേഹത്തിന്റെ ഭാഷയാണ്. അദ്ദേഹത്തിന്റെ അത്ര ആഗോള ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്കതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു സംശയം എന്റെ മനസ്സിൽ, ഇത് ആഗോള പ്രതിഭാസമാണെങ്കിൽ വരുമാനം വർദ്ധിക്കട്ടെ. ജീവിതത്തിന്റെ 2 ലക്ഷം കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാടുപെടുകയാണ് കേരളത്തിലെ മലയാളികൾ. ആശാ വർക്കർമാരുടെ എത്രയോ വരുമാനമുള്ള ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാർ വരെ ഇന്നത്തെ ജീവിതത്തിൽ 2 ലക്ഷം കൂട്ടിമുട്ടിക്കുവാൻ പെടാപ്പാടുപെടുകയാണ്. അങ്ങനെയുള്ളിടത്താണ് 7,000 രൂപ വാങ്ങി. സാധാരണ ജോലിക്ക് 8 മണിക്കൂറാണ് സർവീസ്. ആശാ വർക്കർ സമയമുണ്ടോ? ആശാ വർക്കർമാർ ഇന്നത്തെ സമൂഹത്തിലെ നിത്യനിദാന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. എല്ലാത്തിനും ആശാ വർക്കർമാർ വേണം. ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ ആശാ വർക്കർമാർ കഴിയുമ്പോൾ സാധിക്കില്ല. പക്ഷേ ആനുകൂല്യം വരുമ്പോൾ പാവപ്പെട്ടവരുടെ സർക്കാർ എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. 2016 ഈ വിദ്വാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും താമരശ്ശേരിയിലെയും സഖാക്കളൊക്കെ പറഞ്ഞത്, സഖാക്കളെന്ന എല്ലാ സഖാക്കളും ഇപ്പൊ നല്ല സഖാക്കൾ പോലെ CPM-ന്റെ സഖാക്കളൊക്കെ പറഞ്ഞത് പാവപ്പെട്ടവരുടെ പടത്തലവൻ നാട് ഭരിക്കാൻ വരുന്നത്. എന്നാൽ ആ പാവപ്പെട്ടവരുടെ പടത്തലവൻ നാട് ഭരിച്ച് 9 കൊല്ലം പിന്നിടുമ്പോൾ കേരളം ഇന്ന് ദൈവത്തിന്റെ നാട് എന്ന് കേരളം ഇന്ന് ചെകുത്താന്റെ നാടായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. 7,000 രൂപയിൽ 1 രൂപ കൂട്ടാൻ വേണ്ടി ദിവസം ചർച്ചയ്ക്ക് പോലും ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, അവകാശ സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന് കേരളത്തിൽ അധികാരത്തിലെത്തിയ ഒരു പാർട്ടി മറ്റൊരു അവകാശ സമരത്തെ പുച്ഛിക്കുന്ന നാണം കെട്ട കാഴ്ചയും നമ്മൾ കേരളത്തിൽ. ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ, വിരമിക്കുന്ന ആനുകൂല്യം, ഓണറേറിയം, അതേപോലെ തന്നെയാണ് ഇവരുടെ ജോലി സമയവും.
സാധാരണഗതിയിൽ ഇപ്പോൾ വീട്ടു ജോലിക്ക് വരുന്ന ആളുകൾ പോലും 8 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യുന്നില്ല. സ്വകാര്യ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവർ പോലും സമയനിഷ്ഠയുണ്ട്. എന്നാൽ ആശാ വർക്കർമാർക്ക് സമയനിഷ്ഠയില്ല. 12 മണിക്കൂർ ആക്കേണ്ട 12 മണിക്കൂർ ഒരു ദിവസത്തിന്റെ പകുതിയിലേക്ക് തട്ടി അതുപോലും കേൾക്കാൻ തയ്യാറില്ല. ഇങ്ങനെ ദാർഢ്യത്തിന്റെ മുഖവുമായ ഒരു സർക്കാർ രൂപപ്പെടുത്തുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയാം. കേരളത്തിന്റെയല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ സഖാവി PM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ഒരു സ്ഥാനമുണ്ട്. ഈ രാജ്യത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നായിരുന്നു അദ്ദേഹത്തിന് സ്ഥാനമെങ്കിൽ ഈ ദുഷ്ടനായ പിണറായി വിജയന്റെ സ്ഥാനം ഈ രാജ്യത്തിലെ അവസാനത്തെ CPM-ന്റെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ആശാവർക്കർമാർക്ക് ആനുകൂല്യം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാർ ഈ വിദ്വാന്റെ ഫോട്ടോ കാണിക്കാൻ 15 കോടിയെ മാറ്റിവെച്ചല്ലേ? 15 കോടിയെ മാറ്റിവെച്ചത് ആലോചിക്കണം. ആ 15 കോടി ഒരു അംശം കുറച്ച് കൂട്ടിക്കൊടുത്തു. 15 കോടി രൂപ അല്ലെ എന്താ ആഘോഷിക്കാനുള്ളത്? ഈ നാട് മുടിപ്പിച്ചതോ, ഈ നാട് പട്ടിണിക്കുന്നതോ, ഈ നാട്ടിൽ ഏതെങ്കിലും വിഭാഗം ഈ സർക്കാർ സംബന്ധിക്കുന്നു? ഞാൻ പറഞ്ഞ സ്തുതിപാഠകരും കൊള്ളക്കാരും അഴിമതിക്കാരുമായ ചില CPM-കാരൊഴികെ ഒരു വിഭാഗവും സംതൃപ്തിയില്ലാത്ത ഭരണമായി കേരളത്തിലെ പിണറായി ഭരണം മാറിയിരിക്കുന്നു. ആ ഭരണത്തിന്റെ 4ാം വാർഷികത്തിൽ ഓടിങ്ങിലൂടെ മുഖം കാണിക്കാൻ മാറ്റിവെച്ചിരിക്കുന്നു 15 കോടി. ഇനി ഇയാളെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. അതിനു മുമ്പ് നടത്തിയ കാര്യങ്ങൾ എനിക്കറിയാം. പിണറായി വിജയന്റെ ഔദ്യോഗിക വസതി 2 നില കെട്ടിടമാണ്. 1ാം നിലയിൽ നിന്നും 2ാം നിലയിലേക്ക് പോകാൻ 28 ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് വെച്ച മുഖ്യമന്ത്രിയാണ് ഈ പാവപ്പെട്ടവരുടെ പണത്തലവൻ. 1600 രൂപ സാമൂഹ്യക്ഷേമത്തിൽ കിട്ടാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന കേരളത്തിൽ, ഇത്തിരി വേതനത്തിനായി കേടുന്ന ആശാ വർക്കർമാരുടെ കേരളത്തിലാണ് 28 ലക്ഷം രൂപ മുടക്കി ലിഫ്റ്റ് വെച്ചത്. ആ ലിഫ്റ്റിലും ഒരു തട്ടിപ്പുണ്ട്. ഞങ്ങൾ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ 2 ലിഫ്റ്റ് വെച്ചിരിക്കും. പാവപ്പെട്ടവരുടെ പണം വെച്ചിട്ടുള്ള ആ 2 ലിഫ്റ്റിനും കൂടി 20 ലക്ഷം ആയിട്ടുള്ളൂ. ഇവർക്ക് ഒരു ലിഫ്റ്റ് വെക്കാൻ ലിഫ്റ്റ് വെക്കുകയും ചെയ്തു. അത് തട്ടിപ്പോവാൻ പിന്നെ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് വേണ്ടി കൃത്യനിഷ്ഠ പറയണത്. അദ്ദേഹം മിൽമയുടെ പാല് കുടിക്കുന്നത്രേ, അദ്ദേഹം പൊടിപ്പാല് കുടിക്കുന്നത്രേ, അദ്ദേഹത്തിന് പശുവിൽ നിന്നും കറന്നെടുക്കുന്ന നേരിട്ടുള്ള പാല് വേണത്രേ ചായ കുടിക്കാൻ. അതിന് പശുവിനെ പോറ്റാൻ 22,40,000 രൂപ മുടക്കി എയർ കണ്ടീഷൻ ആല ഈ ഒടുക്കുന്നത് ചായ കുടിക്കാൻ നിങ്ങൾ ആലോചിക്കണം. ആശാവർക്കർ അപ്പോഴും അതും പോരാ. ഈ പശുക്കൾക്ക് പാൽ ഉത്പാദിക്കണമെങ്കിൽ ആ പശുക്കൾക്ക് AR റഹ്മാന്റെ സംഗീതം കേൾക്കണമത്രേ. അതിന് 18 ലക്ഷം രൂപ മുടക്കി മ്യൂസിക് സിസ്റ്റം. ഇങ്ങനെ ആർഭാടത്തിന്റെയും കൊള്ളയുടെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഞാൻ ആശാ വർക്കേഴ്സ് സഹോദരിമാർക്ക് ഒരു കാര്യം ഉറപ്പു തരാം. DCC പ്രസിഡന്റ് നിലക്ക് നിങ്ങൾക്കും നിങ്ങൾ അനുഭവിക്കുന്ന ജനാധിപത്യം ഉറപ്പു തരാം. 2026 കൊടുങ്കാറ്റ് പോലെ UDF തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ പരിഗണിക്കുന്ന പ്രശ്നങ്ങളിൽ ആദ്യത്തേത് കേരള ആശാ എന്ന ഇന്നലെ കൂടിയ KPCC യോഗത്തിൽ പോലും ഈ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്നേ വേണ്ടൂ. ഇത് കോൺഗ്രസിന് വേണ്ടി പറയുന്നതല്ല, നാടിനു വേണ്ടി, നാട് നിലനിർത്തുവാൻ ഇപ്പോഴും നല്ല കമ്മ്യൂണിസ്റ്റുകാർ മരിച്ചു വീട്ടിലാത്ത ആ പാർട്ടി നിലനിൽക്കാൻ. കാരണം ആ പാർട്ടി ഇപ്പോൾ കൊള്ളക്കാരുടെയും അഴിമതിക്കാരുടെയും കൈകളിലാണ്. ആ പാർട്ടിക്ക് ഒരു മോചനം വേണം. നല്ല കമ്മ്യൂണിസ്റ്റ് കൈകളിലെത്തണം. ഇവിടെ CNV ഇരിക്കുന്നുണ്ട്. നിസ്വാർത്ഥരായ കമ്മ്യൂണിസ്റ്റുകാരുടെ MPക്കൊന്നും പാർട്ടിക്ക് സ്ഥാനമില്ല. പാർട്ടിക്ക് വേണ്ടി ജീവിത കുഞ്ഞുവിശ്വാസം അവർക്കൊന്നും സ്ഥാനമില്ല. ഇങ്ങനത്തെ കള്ളക്കാരൊന്നും പാർട്ടി രക്ഷിക്കാൻ, ഈ അഴിമതിക്കാരൻ നാട് രക്ഷിക്കാനുള്ള പോരാട്ടം മുന്നോട്ട് പോവുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ നാടിന് സ്നേഹിക്കുന്ന ജനാധിപത്യ വിദ്യാർത്ഥികൾ നിങ്ങളൊപ്പമുണ്ട്. ഈ ജാഥയ്ക്ക് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ സ്വീകരണം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ശരി. അധികാരികളുടെ അവഗണനകളെ അതിജീവിക്കും സമരമിത. അധികാരികളുടെ അവഗണനകളെ അതിജീവിക്കും സമരമിത. ആശാ സമരമിത, സഞ്ചരിക്കില്ല പകൽ സമരമിത. ആശാ സമരമിത, സഞ്ചരിക്കില്ല പകൽ സമരമിത. അധികാരികളുടെ അവഗണനകളെ അതിജീവിക്കും സമരമിത. അധികാരികളുടെ അവഗണനകളെ അതിജീവിക്കും സമരമിത. അധികാരികളുടെ അവഗണനകളെ അതിജീവിക്കും സമരമിത. അധികാരികളുടെ അവഗണന